അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബീഉൽ അവ്വൽ മാസത്തിലാണ് നാം ഉള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വന്ന മാസമാണ്. ലോക മുസ്ലിമീങ്ങൾ മുഴുവനും ഈ മാസത്തിൽ ഈമാനികമായ ആവേശവും സന്ദേശവും പ്രകടിപ്പിക്കുന്നവരുമാണ്. ഖുർആൻ അത് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു വഖൈറു മിമ്മാ യജ്മഊൻ. നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടും അവൻ്റെ റഹ്മത്താകുന്ന നബിയെക്കൊണ്ടും അവർ സന്തോഷിക്കട്ടെ. ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടുന്ന സമ്പത്തിനേക്കാളെല്ലവും ഇത് ഖൈറാണ് ഖുർആൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. ലോക മുസ്ലിമീങ്ങളും ആ റബീഉൽ അവ്വൽ മാസത്തിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയുമാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ചിട്ടും നമ്മുടെ നാടുകളിൽ മദ്രസകളിൽ കലാപരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് നല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഗാനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ജീവിത ചരിത്രങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള പാട്ടുകളും ബുർദകളുമൊക്കെ കുട്ടികളെ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളുടെ കലാപരിപാടികളെ നാം അഭിനന്ദിക്കുകയും വേണം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു, ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് സലാം പറയാറുണ്ടായിരുന്നു, കുട്ടികളെ കൂടെ കൂടാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളൊക്കെ കാണാം. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കുകയും അവിടുത്തെ മദ്ഹ് പാട്ടുകളൊക്കെ പാടുകയും ചെയ്യുന്നത്. ഇവിടെ പ്രത്യേകിച്ചിട്ട് മനസ്സിലാക്കാറുള്ളത്, മദ്രസ പെൺകുട്ടികൾക്ക് കലാപരിപാടി നടത്തുന്നതിനൊന്നും തടസ്സമില്ല. പക്ഷേ വലിയ കുട്ടികളെ 7ാം ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള 8, 9, 10 കുട്ടികളൊക്കെയും സ്റ്റേജിൽ കയറ്റുകയും അല്ലെങ്കിൽ നാട്ടുകാരായ ആണുങ്ങളെയും ബാല്യക്കാരെയും ഒരുമിച്ച് കൂട്ടി മദ്രസൻ്റെ ഉള്ളിലായാലും തന്നെ അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കുകയും അല്ലെങ്കിൽ അവരെ കൊണ്ട് ബുർദ പാടിപ്പിക്കുകയും ദഫ് മുട്ടുകയും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നടക്കാറുണ്ടോ എന്നുള്ളത് സംശയമാണ്. സ്റ്റേജുകളിൽ വലിയ കുട്ടികളെ പാടിപ്പിക്കുന്ന ശൈലികൾ അത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല. കാരണം 8ാം ക്ലാസ് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പ്രായപൂർത്തിയായി, അല്ലെങ്കിൽ പ്രായപൂർത്തിയോട് അടുത്ത സമയമായി. പിന്നെ അതിൻ്റെ ശേഷം പൊതുരംഗത്തേക്ക് സ്ത്രീകളെ ഇറക്കുകയോ അല്ലെങ്കിൽ സ്റ്റേജിൽ കയറ്റുകയോ അത് പാടില്ല എന്നുള്ളതാണ്. അത് നാട്ടുകാരായാലും അതുപോലെ തന്നെ ആരായാലും പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കണം. പിന്നെ മദ്രസയുടെ ഉള്ളിൽ തന്നെ കുട്ടികളുടെ പരിപാടി നടത്തുകയാണെങ്കിൽ അതിനെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ വാട്സപ്പ് തുറന്നു നോക്കിയാൽ, ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ കാണാവുന്നതാണ്. അത് ഒരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് പാടുന്നതെങ്കിലും തന്നെ ഇസ്ലാം അനുവദിച്ച രീതിയിലായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച രീതിയിലായിരിക്കണം. ഞാൻ ഓർക്കുന്നത്, ഇ.കെ. സമസ്തയുടെ കെ.ടി. ഉസ്താദാണെന്ന് മനസ്സിലാക്കുന്നു. സ്റ്റേജിൽ ആലിമീങ്ങളൊക്കെ ഉള്ള സ്റ്റേജിൽ ഒരു കുട്ടി ഫസ്റ്റ് പ്രൈസ് എടുത്തതുകൊണ്ട് സമ്മാനം കൊടുക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നപ്പോൾ എല്ലാ ആലിമീങ്ങളുടെ മുമ്പിൽ അതിനെ എതിർക്കുകയും അതിനെ പാടില്ല എന്ന് നിരോധിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിൻ്റെ നിയമമാണ്, ശരീഅത്തിൻ്റെ വിധിയാണ് പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ശരീഅത്തിനെ തുറന്നു പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചു എന്നുള്ളത് അത് അഭിനന്ദിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് ഇക്കാലഘട്ടത്തിൽ സ്റ്റേജിലൊക്കെ, ഇക്കാലഘട്ടത്തിൽ എന്നല്ല എപ്പോഴും
സ്റ്റേജിലേക്ക് വലിയ കുട്ടികളെ കയറ്റിക്കൊണ്ട് സമ്മാനം കൊടുക്കുക, പള്ളിൻ്റെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ പള്ളിൻ്റെ ഉസ്താദ്മാരെ കൊണ്ടോ സമ്മാനം കൊടുപ്പിക്കുക, അതിനെ ജനങ്ങളൊക്കെ നോക്കി നിൽക്കുക, അതുപോലെ തന്നെ അതിനെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലിടുക, ഇതൊക്കെയും ഇസ്ലാം അനുവദിച്ചതല്ല. പെണ്ണുങ്ങളെ സ്റ്റേജിൽ കയറ്റുന്നതും പരസ്യമായി അവരെ രംഗത്ത് കൊണ്ടുവരുന്നതും ഒരിക്കലും ഇസ്ലാം അനുവദിച്ചതല്ല. അത് മീലാദ് പ്രോഗ്രാമായാലും ഏത് പരിപാടിയായാലും പാടില്ല. അതേ സമയത്ത് ചെറിയ കുട്ടികൾ 1-ാം ക്ലാസ് 5-ാം ക്ലാസ് വരെയുള്ള ആ കുട്ടികളൊക്കെ സമ്മാനം വാങ്ങുന്നതിന് സ്റ്റേജിലേക്ക് വരുന്നതെനിക്ക് ഒരു പ്രയാസമല്ല, ചെറിയ കുട്ടികളാണ് എന്ന് വെക്കാം. അതേ സമയത്ത് 8-ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിൽ പാട്ട് പാടിപ്പിക്കുകയോ ഉറുദ പാടിപ്പിക്കുകയോ സ്റ്റേജിൽ കയറ്റി സമ്മാനം കൊടുക്കുകയോ അത് പാടില്ല എന്നുള്ളത് തന്നെയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, അത് എതിർക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ മദ്രസൻ്റെ ഉള്ളിൽ തന്നെ പാടിച്ചാലും വലിയ കുട്ടികൾക്ക് ഉറുദ കൊടുക്കാം, പാട്ട് കൊടുക്കാം. പക്ഷെ അവിടെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, നാട്ടുകാരായ ബാല്യക്കാരെയോ അല്ലെങ്കിൽ നാട്ടുകാരായ ആണുങ്ങളായ പേരൻറ്റുകളെ കൂട്ടി അവരെ പാടിപ്പിക്കുന്നതും അതും പാടില്ല. അതും ഇസ്ലാം എതിർത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി പെണ്ണുങ്ങളെ തന്നെ ഉള്ള പരിപാടിയാണെങ്കിലും തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അത് അപ്ലോഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം അത് ശ്രദ്ധിക്കണം. കാരണം അൽമർഅത്തു ഔറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്ത്രീ എന്നുള്ളത് ഔറത്ത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഔറത്താകുന്ന സ്ത്രീയെ അന്യപുരുഷന്മാരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. മുറു ഔലാദക്കും ബിസ്വല ഇദാ ബലഗ സബ്സിനീന വഇദാ ബലഗ അശ്രിസിനീന ഫളുറുബു അലൈഹ. കുട്ടികൾക്ക് 7 വയസ്സായാൽ നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടികൊടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ വ്യാഖ്യാനത്തിൽ ഉലമാ പറയുന്നു, അതൊരു നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല, ഇസ്ലാമിൻ്റെ ശരീഅത്ത് ഏതെല്ലാമുണ്ടോ നിർബന്ധമായ കാര്യങ്ങൾ നിർബന്ധമായ ശൈലിയിൽ പഠിപ്പിക്കണം, സുന്നത്തായ കാര്യങ്ങൾ സുന്നത്തായ ശൈലിയിൽ പഠിപ്പിക്കണം. 7 വയസ്സായാലേ ആരംഭിക്കണമെന്നാണ്. അത് കേവലം നിസ്കാരത്തിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്, ഉലമായി ഹദീസിന് വിശദീകരിക്കുന്നുണ്ട്. അതേ സമയത്ത് 10 വയസ്സായി കഴിഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ അടികൊടുക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ആൺകുട്ടികൾക്ക് നല്ല പാട്ടുകളും നല്ല പ്രഭാഷണങ്ങളും ഒക്കെ കൊടുക്കുമ്പോൾ അവിടെയൊക്കെയും അപഹാസ്യമാകുന്ന ശൈലിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് തൃപ്തിപ്പെടാത്ത രീതിയിലുള്ള പ്രസംഗമോ പാട്ടുകളോ കൊടുക്കാൻ പാടില്ല എന്നുള്ളതും കൂടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ നാട് പല മതസ്ഥന്മാരും ഉള്ളതുകൊണ്ട് അവർക്കും വേദനിപ്പിക്കുന്ന പാട്ടുകളോ പ്രഭാഷണങ്ങളോ നമ്മുടെ മീലാദ് കലാപരിപാടികളിൽ ഉണ്ടാകാൻ പാടില്ല എന്നും കൂടി ഞാൻ സൂചിപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ചില പാട്ടുകൾ ഏതെങ്കിലും സിനിമാ പാട്ടുകളിലായി ഹിറ്റായിട്ടുള്ള ഡബ്ബിങ് നമ്മുടെ മീലാദ് പരിപാടിയിൽ കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ പാടിയതിനെ അവർ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാകാം, അതെനിക്ക് തടസ്സമില്ല. അതേ സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ഒരു സിനിമാ പാട്ട് ഹിറ്റായിട്ടുണ്ട്, അതിൻ്റെ ഡബ്ബിങ്ങിൽ തന്നെ മദ്ഹ് ഗാനം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റിലേക്ക് പ്രചോദനം നൽകലാണ്. സിനിമാ പാട്ടുകൾ ഇസ്ലാം നിഷേധിച്ചതാണ്, ഇസ്ലാമുമായിട്ട് അത് ബന്ധമില്ല. അതേപോലെ തന്നെ അതിൻ്റെ ശൈലിയിലുള്ള ഡബ്ബിങ്ങും അത് മദ്ഹ് ഗാനമായാലും അത് അനിസ്ലാമികമാണ്. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തൃപ്തിയില്ലാത്ത ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ മീലാദ് കലാപരിപാടി നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം നമുക്ക് ലഭിക്കാൻ, മഹബത്ത് ലഭിക്കാൻ, അവിടുത്തെ തൃപ്തി ലഭിക്കാൻ, അവിടുത്തെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനാണ്, കൂലി കിട്ടാനാണ്, ഖബറിലും പരലോകത്തിലും വിജയിക്കാനാണ് ഇത്തരം പരിപാടികൾ നടത്തുന്നത് എന്നല്ലാതെ നാട്ടുകാർ നല്ലതായിട്ടുണ്ട് ലൈക്ക് ലഭിക്കാനോ അല്ലെങ്കിൽ അഭിനന്ദിക്കാനോ അതല്ല നമ്മുടെ നോട്ടം. നമ്മുടെ നോട്ടം ലില്ലാഹി വൽ റസൂലി, അള്ളാഹ്ക്കും അവൻ്റെ റസൂലിക്കും പൊരുത്തമാകുന്ന രീതിയിൽ നമ്മുടെ പരിപാടി നടത്തണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. അസ്സലാമു അലൈക്കും.